നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഔട്ട് ഓഫ് ദ ബോക്സിലേക്ക് സ്വാഗതം. തുടർച്ചയായ 9ാം ദിവസവും ഹോർമുസിലും പശ്ചിമേഷ്യയിലും സംഘർഷം ശക്തമാവുകയാണ്. ഇറാനും അമേരിക്കയും പ്രത്യാക്രമണങ്ങളും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴും ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ഒരു ചോദ്യമുണ്ട്: എന്നാണ് ഇനി സമാധാനം ഉണ്ടാവുക? ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു സമാധാനം ഇതാ കയ്യെത്തും ദൂരത്ത് എത്തി എന്നുള്ളത്. പക്ഷേ പെടുന്നതിനെയാണ് അക്രമത്തിലേക്ക് തെറിച്ച് നീങ്ങിയത്. പശ്ചിമേഷ്യ അശാന്തമായി തുടരുകയാണ്. ഈ വിഷയമാണ് ഇന്ന് ഔട്ട് ഓഫ് ദ ബോക്സ് ചർച്ച ചെയ്യുന്നത്. എന്നോടൊപ്പം ജോർജ് ജോസ് കൂടി ചേരുന്നു. നോക്കൂ, കഴിഞ്ഞ ഔട്ട് ഓഫ് ദ ബോക്സിൽ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഇങ്ങനെയായിരുന്നു: ഈ കരാർ ഒക്കെ നിലവിൽ വന്നു, ഇത് എത്ര കാലം മുന്നോട്ട് പോകും എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. പക്ഷേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. പെടുന്നത് തന്നെ ഈ കരാറൊന്നും ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതെ, വളരെ കറക്റ്റാണ്. കാരണം തുടർച്ചയായിട്ട് റോജി പറഞ്ഞതുപോലെ 9ാം ദിനവും അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തന്നെയാണ് അമേരിക്ക ഇറാന് നേർക്ക് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് ഇറാനും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ അമേരിക്കയുടെ ഗൾഫിലെ സൈനിക താവളങ്ങൾ നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഹോർമുസ് കടലിടുക്കിനെ ഇറാൻ പലപ്പോഴും തങ്ങളുടെ ഒരു കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ട്, അല്ലെങ്കിൽ ലോകത്തെ സാമ്പത്തികമായിട്ടും ഒരു ബന്ധനാവസ്ഥയിൽ നിലനിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് ഇറാൻ ഇങ്ങനെ സമ്മർദ്ദതന്ത്രമായിട്ട് കൈവശം വെക്കുന്നു എന്നതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം. നമുക്കറിയാം, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലവിലെ ആയുധപരമായിട്ടുള്ള ശക്തി, സാങ്കേതികമായിട്ടുള്ള ശക്തി, മിലിറ്ററി പരമായിട്ടുള്ള ശക്തി, അത് ഉപയോഗിച്ച് അമേരിക്കയെ തറപറ്റിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. പക്ഷേ അതേസമയം അവർക്ക് അമേരിക്കയെ സമ്മർദ്ദത്തിലാഴ്ത്താം. എങ്ങനെ? ഈ പറഞ്ഞതുപോലെ ഹോർമൂസിനെ ഇങ്ങനെ ഒരു ബന്ധനാവസ്ഥയിൽ നിലനിർത്തിക്കൊണ്ട്. അപ്പോൾ ഈ ഹോർമൂസിനെ ബന്ധനാവസ്ഥയിൽ നിലനിർത്തുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ, നമ്മൾ പല ഔട്ട് ഓഫ് ബോക്സിൽ ചർച്ച ചെയ്തതുപോലെ, ഈ മിസൈലുകൾ വീഴുന്നത് മധ്യപൂർവേഷ്യയിലാണെങ്കിൽ അതിന്റെ പ്രതിഫലനം, അതിന്റെ ഒരു പ്രതിസന്ധി ഇങ്ങ് കൊച്ചിയിലും നമ്മുടെ കേരളത്തിലും നമ്മുടെ പോക്കറ്റിലും വരെ അതിന്റെ മിസൈലുകൾ വീഴുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്ക് ഇങ്ങനെ ബന്ധനാവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ അതിലൂടെയുള്ള ഈ ഓയിൽ ടാങ്കേഴ്സിന്റെ പാസേജ് അത് വളരെയധികം ലിമിറ്റഡ് അവസ്ഥയിലേക്ക് പോകുന്നു, പരിമിതമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു. തൽഫലമായിട്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ബാരലിന് $90 കടന്നിരിക്കുന്നു. ഒരുപക്ഷെ ഈ ഒരു സംഘർഷാവസ്ഥ ഒരു ദിവസങ്ങൾ ഇനി നീണ്ടു കഴിഞ്ഞാൽ $100 അപ്പുറത്തേക്ക് അത് പോകാനുള്ള ഒരു സാധ്യത അതിവിദൂരമല്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും വളരെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള ഈ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് സദേൺ ഏഷ്യൻ രാജ്യങ്ങൾക്ക്, ചൈനയ്ക്ക്, ഒപ്പം തന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ വളരെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. പണപ്പെരുപ്പം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. തൽഫലമായിട്ട് അതാത് രാജ്യങ്ങളിലെ ജനരോക്ഷം ഉയരാനുള്ള സാധ്യതയുണ്ട്. തൽഫലമായിട്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സമ്മർദ്ദം അമേരിക്കയുടെ മേൽ വീഴ്ത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇറാൻ യൂസ് ചെയ്യുന്ന ഒരു തന്ത്രം എന്ന് പറയുന്നത് ആയുധങ്ങൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മിസൈലുകൾ ഉപയോഗിച്ച് ഉള്ള ഒരു തന്ത്രം മാത്രമല്ല. ഈ പറയുന്നത് പോലെ ഹോർമൂസിനെ ഇങ്ങനെ കെണിയിലാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബന്ധനാവസ്ഥയിലാക്കിക്കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കുവാൻ, സംഘർഷം അവസാനിപ്പിക്കാനുള്ള തന്ത്രം ലോക രാജ്യങ്ങളിലൂടെ അമേരിക്കയിൽ ചെലുത്തുക എന്ന ഒരു തന്ത്രമാണ് ഇറാൻ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാന്റെ പ്രധാനപ്പെട്ട ആയുധം എന്ന് പറയുന്നത് മിസൈലുകളോ ബാലിസ്റ്റിക് മിസൈലുകളോ അല്ലെങ്കിൽ ഡ്രോണുകളോ ഒന്നുമല്ല, ഈ പറയുന്ന സമ്മർദ്ദതന്ത്രമാണ്. ഈ സമ്മർദ്ദതന്ത്രത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളിലേക്ക് അവർ നടത്തുന്ന ഒരു ആക്രമണമാണ്. ഈ ഗൾഫ് രാജ്യങ്ങളിലെ സൈനിക താവളങ്ങളിലേക്ക് അവർ ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുന്നു. അങ്ങനെ ഈ ഗൾഫ് രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു നീക്കം അതിന്റെ പിന്നിലുണ്ട്. നമുക്കറിയാം, ഇറാന്റെ നിലവിലെ സൈനിക ശേഷിയൊക്കെ ഉപയോഗിച്ച് ഗൾഫ് രാജ്യങ്ങളെ അങ്ങനെ ഇല്ലാതാക്കാൻ അങ്ങനെ ഒരു കേപ്പബിലിറ്റി നിലവിൽ ഇറാനില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യമിടുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുക, അവിടെയുള്ള നിക്ഷേപകരെ ഓടിച്ചുവിടുക, അങ്ങനെ ഈ സൈനിക താവളങ്ങൾക്ക്, അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു സാഹചര്യം, അനുകൂലമായിട്ടുള്ള സാഹചര്യം നിലവിൽ അവിടെയുണ്ട്. അത് ഇല്ലായ്മ ചെയ്യുക. ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അവർ നടത്തുന്ന ഈ ഡ്രോൺ ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ, അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസം തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ കുവൈറ്റിലെ ഒരു ഡീസലേഷൻ പ്ലാന്റിലേക്ക്, അത് ഈ ജലം ശുദ്ധീകരിക്കുന്ന പ്ലാന്റിലേക്കൊക്കെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു. ആ ഒരു ആക്രമണത്തിലൂടെ അവർ ലക്ഷ്യമിടുന്നത് ജനങ്ങളെ കുറെ കൂടി ഭീതിയിലേക്ക് ആഴ്ത്തുക എന്നതൊരു ലക്ഷ്യം അവർക്ക് അതിന്റെ പിന്നിലുണ്ട്. സൈനിക താവളങ്ങൾ ആക്രമിക്കുന്നു, നമുക്കത് മനസ്സിലാക്കാം. യുദ്ധമാകുമ്പോൾ സൈനിക താവളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കും. പക്ഷേ ഈ ജനങ്ങളുടെ ജീവിതത്തെ കാര്യമായി, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കാര്യമായി ബാധിക്കുന്ന മേഖലകളിലേക്ക് ഒരു ആക്രമണം നടത്തുമ്പോൾ അത് കൃത്യമായിട്ടുള്ള ഒരു തന്ത്രം അവർ അതിന്റെ പിന്നിൽ പ്രയോഗിക്കുന്നുണ്ട്. ജനങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുക, ഈ ജനങ്ങളുടെ ഒരു രോക്ഷം അവിടെ നിന്നും ഉയരുക. നമുക്കറിയാം, ഈ ഗൾഫ് രാജ്യങ്ങൾ എന്ന് പറയുന്നത് വിവിധ രാജ്യങ്ങളുടെ ഒരു പരിച്ഛേദനം തന്നെയാണ്, പ്രവാസി സമൂഹത്തിന്റെ പരിച്ഛേദനം തന്നെയാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. തൽഫലമായിട്ട് അവിടെയുള്ള ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമ്പോൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഓയിൽ ക്രൈസിസ് എങ്ങനെയാണോ മറ്റ് രാജ്യങ്ങളെ ബാധിക്കുന്നത്, അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളിലെയും ഈ പറയുന്ന ഗൾഫിലെ പ്രതിസന്ധി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അവിടെയുള്ള നിക്ഷേപകരെ അവിടെ നിന്നും ഓടിച്ചുവിടുന്ന രീതിയിലുള്ള ഒരു സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭീതിജനകമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന
എന്ന വളരെ ഒരു എന്താ പറയുക ഒരു തന്ത്രം ഇറാൻ പയറ്റുന്നുണ്ട്. പക്ഷെ അത് അതിഭയാനകമാണ്, അപകടകരമായിട്ടുള്ള തന്ത്രം തന്നെയാണ് അവർ അവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഈ ലോകത്തിന്റെ ക്രമത്തിൽ തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ പ്രോക്സികളെ ഒന്നും ഇവർ വിട്ടു നൽകുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ആയുധം ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം. പ്രോക്സികളെ എപ്പോഴും ഹുത്തികളെ ആണെങ്കിലും ഒക്കെ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിലേക്കുള്ള ആക്രമണം ഒക്കെ ആണെങ്കിൽ കൂടി ഈ പ്രോക്സികളെ എന്തുകൊണ്ട് ഇവർ വിട്ടു നൽകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവരുടെ ആയുധം വെക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യമല്ലേ? അത് നമ്മൾ പറയുമ്പോൾ ഇറാന്റെ തന്ത്രത്തിന്റെ പോയിന്റ് നമ്പർ 3 ആണ് ഇപ്പോൾ റോജി സൂചിപ്പിച്ചത്. അതായത് ഹൂതികളായിക്കോട്ടെ ഹിസ്ബുള്ളകളായിക്കോട്ടെ ഇങ്ങനെ ഒരു സംഘർഷം നടക്കുമ്പോൾ ആ സംഘർഷം നടക്കുന്ന മേഖലയിൽ വിവിധ മേഖലകളിൽ ഒരു എന്താ പറയുക പലതരത്തിലുള്ള യുദ്ധ മുഖങ്ങൾ തുറക്കുക എന്നൊരു ലക്ഷ്യം ഇതിന്റെ പിന്നിൽ ഉണ്ട്. നമുക്കറിയാം അമേരിക്ക ഇറാന് നേർക്ക് ഇങ്ങനെ ആക്രമണത്തിലൂടെ എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്നു. അതേസമയം തന്നെ ഈ യമൻ മേഖലയിൽ ഹൂതികളെ ഉപയോഗിച്ച് അവിടെ ഒരു യുദ്ധമുഖം തുറക്കുന്നു. അവർ സൗദിയിലേക്ക് ആക്രമണം നടത്തുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് ഒരേ സമയം ഇറാനിൽ നിന്ന് വരുന്ന ആക്രമണത്തെ സൗദിയിലേക്ക് വരുന്ന ആക്രമണത്തെ ചെറുക്കണം, ഈ പറയുന്ന സൗദിയിലേക്ക് ഈ പറയുന്ന ഹൂതി ഭീകരർ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കണം. അപ്പോൾ അമേരിക്ക അങ്ങനെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക എന്നൊരു ലക്ഷ്യം അവർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. ഇനി ഹിസ്ബുള്ളകളെ ഉപയോഗിച്ച് ഇസ്രായേലിനെയും പല തരത്തിൽ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക എന്നൊരു ലക്ഷ്യം അവർക്ക് അതിന്റെ പിന്നിലുണ്ട്. അതായത് ലബനോനിൽ നിന്നും ഹിസ്ബുള്ളകൾ ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണത്തെ ഇസ്രായേലിന് പ്രതിരോധിക്കേണ്ടി വരും. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇസ്രായേലിലേക്ക് ഇറാൻ ഡയറക്റ്റ് അറ്റാക്ക് നടത്തുകയാണെങ്കിൽ അതിനെയും പ്രതിരോധിക്കേണ്ടി വരും. അപ്പോൾ അതിനാൽ തന്നെ ഈ പ്രോക്സി ഗ്രൂപ്പുകളെ കൈയൊഴിയാൻ അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുവാൻ അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആയുധപരമായിട്ടുള്ള പിന്തുണ, മാനസികമായിട്ടുള്ള പിന്തുണ, ഐഡിയോളജിക്കൽ പരമായിട്ടുള്ള പിന്തുണ അത് കട്ട് ചെയ്യുവാൻ അല്ലെങ്കിൽ അത് ഇല്ലായ്മ ചെയ്യുവാൻ ഇറാൻ ഈ ഒരു ഘട്ടത്തിൽ ചിന്തിക്കുകയില്ല, മുതിരുകയില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. അവരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ സോക്കോൾഡ് ശത്രുക്കളെ പല രീതിയിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കിക്കൊണ്ടിരിക്കുക ഈ പ്രോക്സികളെ ഉപയോഗിച്ച് എന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് അവർ ഇവിടെ പയറ്റിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് എനിക്കൊന്ന് കഴിഞ്ഞൊരു 72 മണിക്കൂറായിട്ട് 3ഓളം അമേരിക്കൻ സൈനികരുടെ ജീവനാണ് അമേരിക്കയ്ക്ക് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം തന്നെ ഇറാഖിൽ ഈ ഇറാൻ തൊടുത്തുവിട്ട ഒരു ഡ്രോൺ അത് നിരായുധീകരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സ്ഫോടനത്തിന്റെ തൽഫലമായിട്ട് അവിടെ ഒരു അമേരിക്കൻ സൈനികൻ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അങ്ങനെ ടോട്ടൽ ഒരു ഡെത്ത് ടോൾ എന്ന് പറയുന്നത് 3ലേക്ക് ഉയർന്നിരിക്കുന്നു. അത് ഒരു സൈനികനെ കാണാനില്ല എന്ന് പറയുന്നത്. അതെ, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് ട്രംപിനെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. അത് ശക്തമായിട്ടുള്ള ഒരു ആക്രമണം തൽഫലമായിട്ട് വിവിധ ഇറാൻ നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ട്രംപ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കഴിഞ്ഞ രാത്രിയൊക്കെ നടത്തുകയുണ്ടായി. പ്രധാനമായിട്ടും അവർ ആക്രമണം നടത്തുന്നത് ഈ പറയുന്നത് ഹോർമുസ് കടലെടുക്ക് കേന്ദ്രീകരിച്ചാണ്. ഹോർമുസ് കടലെടുക്കിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതുവഴി പോയിക്കൊണ്ടിരിക്കുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തക്കവിധം ഇറാനെ കേപ്പബിൾ ആക്കുന്ന അവരുടെ ഡ്രോൺ ലോഞ്ചിങ് ഫെസിലിറ്റീസ്, മിസൈൽ ലോഞ്ചിങ് ഫെസിലിറ്റീസ് അത് തകർക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ആ മേഖലകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഇറാന്റെ കുറെ കൂടി ഉള്ളിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണവും നടത്തുന്നുണ്ട്. അതിനുള്ള ഒരു മുന്നൊരുക്കമായിട്ട് ഇസ്രായേലിലേക്ക് ഈ കൂടുതൽ ഇന്ധനം നിറയ്ക്കുന്ന ഈ ഓയിൽ ടാങ്കേഴ്സ് അല്ലെങ്കിൽ വിമാനങ്ങൾ കൂടുതൽ ഇസ്രായേലിലേക്ക് അയക്കുന്നു. അത് കൂടുതൽ അവിടേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട്. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക ജനിപ്പിക്കുന്ന സാഹചര്യം അവിടെ ഉരുത്തിരിയാനുള്ള സാധ്യതയുള്ളത് ജോർദാനിലേക്ക് ഇറാൻ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ട്. ഈ ജോർദാനിലേക്ക് നടത്തിയ ഒരു ആക്രമണം എന്ന് പറയുന്നത് അത് ഈ ഇസ്രായേലിന്റെ ഒരു അതിർത്തിയോട് ചേർന്നുള്ള ഒരു മേഖലയിലേക്കാണ് ഈ ജോർദാനിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ ശക്തമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുള്ളൂ, ശക്തമായിട്ടുള്ള പ്രതികരണം ഇറാന് നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയ്ക്ക് ഉള്ള ഒരു യുദ്ധ ലക്ഷ്യമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്കുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമാണ്, ഒരു അസ്തിത്വത്തിന്റെ പ്രശ്നമാണ്. അതിനാൽ തന്നെ എന്ത് വില കൊടുത്തും ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ ചെറുക്കുവാൻ, ഇറാനെ നിരായുധീകരിക്കുവാൻ, ആണവപരമായിട്ട് ഇറാനെ നിരായുധീകരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു കാര്യം കൂടി, സുപ്രധാനമായിട്ട് കൂടിക്കാഴ്ചയും മണിക്കൂറുകളിൽ നടക്കുന്നുണ്ട്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ലെബനോന്റെ ലെബനോൻ പ്രസിഡന്റ് അമേരിക്കയിലെത്തി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഒരു ഡയറക്റ്റ് ഒരു കൂടിക്കാഴ്ച ഈ വരുന്ന മണിക്കൂറുകളിൽ നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചകളിലാണ് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ അവിടെ ഒരു വെടിനിർത്തൽ കരാറൊക്കെ രൂപപ്പെട്ടത്. അപ്പോൾ അതിന്റെ ഭാവി പ്രവർത്തനങ്ങൾ, ഈ ഹിസ്ബുള്ളകളെ എങ്ങനെ നിരായുധീകരിക്കണം, ഒപ്പം തന്നെ അതെങ്ങനെ കുറെ കൂടി ഒരു അവിടെ സമാധാനം കൊണ്ടുവരാം എന്നതിനെ സംബന്ധിച്ച് ലെബനോൺ പ്രസിഡന്റ് ജോസഫ് ഔൺ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നേരിട്ടുള്ള കൂടിക്കാഴ്ച ഒരുപക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ്, പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അത്തരമൊരു കൂടിക്കാഴ്ചയ്ക്ക് വാഷിംഗ്ടൺ അല്ലെങ്കിൽ അമേരിക്ക വേദിയാകുന്നത്. ലെബനോൺ പ്രസിഡന്റും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള ഒരു ഡയറക്റ്റ് ടോക്സ് നടക്കാൻ പോകുന്നുണ്ട്. അത് അതീവ നിർണായകമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പല വിഷയങ്ങളിൽ സമാധാന കരാർ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ ഈ ലെബനോൺ വിഷയത്തിലാണ് ഇങ്ങനെ ഉടക്കി
നിൽക്കുന്നത്. അപ്പോൾ ലെബനോൺ പ്രസിഡന്റ് അമേരിക്കയിലേക്ക് നടത്തുന്ന ഈ ഒരു യാത്ര, അവിടെ നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ച, അത് നടക്കാൻ പോകുന്ന ചർച്ചകൾ അതീവ നിർണായകം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടു, കരാർ ഉണ്ടാക്കുന്നു, അതിൽ ഒപ്പുവെക്കുന്നു, കുറച്ച് നാളുകൾ ഇത്തിരി സമാധാനപൂർവ്വമായി മുന്നോട്ട് പോകുന്നു, വീണ്ടും ഈ കരാറുകൾ ലംഘിക്കുന്ന ഒരു പ്രവണതയിലേക്ക് വരുന്നു. കൂടുതൽ ഈ ഹോർമോസ് തന്നെയാണ് കപ്പലുകൾക്ക് നേരെ ശക്തമായ ആക്രമണങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കരാറിലേക്ക് വരികയും എന്തുകൊണ്ടായിരിക്കാം ഇവർ പെട്ടെന്ന് തന്നെ ഇത് ലംഘിക്കപ്പെടുകയും ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം? അതിന് അവർക്കൊരു മോട്ടീവ് ഉണ്ടാവണമല്ലോ. അതെ. അത് കാരണം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ കുറച്ചുകൂടി ഒരു ഐഡിയോളജിക്കൽ പരമായിട്ട് അതിന്റെ ആഴങ്ങളിലേക്ക് പോകാം എന്ന് എനിക്ക് തോന്നുന്നു. ഈ IRGC അല്ലെങ്കിൽ ഇറാന്റെ ഭരണം കൈയാളുന്ന ഈ IRGC ഗ്രൂപ്പ്, അവരുടെ ഒരു ജന്മലക്ഷ്യം തന്നെ, അവർ ജനിച്ചത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന ഒരു പ്രഖ്യാപിത മുദ്രാവാക്യവുമായിട്ടാണ് അവർ അവിടെ ജന്മം കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ അവിടെ രൂപം കൊണ്ടിരിക്കുന്നത്. അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഏത് വിധേനയും അവിടെ ഇങ്ങനെ സംഘർഷങ്ങൾ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ഒന്നെങ്കിൽ ജയം അല്ലെങ്കിൽ ഒന്നെങ്കിൽ മരണം എന്ന ലക്ഷ്യമായിട്ടാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ അവിടെ ഒരു സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സംജാതമാക്കുക എന്നത്, അല്ലെങ്കിൽ സംജാതമാവുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാര്യം, പോലും പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു സംഘർഷത്തിൽ തങ്ങളുടെ ശത്രുക്കളുടെ കരങ്ങളിലൂടെ മരണം കൈവരിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ നീങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഇറാൻ ഭരിക്കുന്നിടത്തോളം കാലം ഏതൊക്കെ സമാധാന കരാർ അവിടെ കൊണ്ടുവന്നാലും, ഏതൊക്കെ സമാധാന ചർച്ചകൾ അവിടെ നടന്നാലും അതിന് ഒരു അല്പായുസ് മാത്രമേ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉള്ളൂ എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. ഓക്കെ. അതുപോലെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത്, അമേരിക്ക പറയുന്നു ശക്തമായ ആണവായുധം എന്ന് പറയുന്നത് ഉണ്ടാക്കുവാനോ അവിടെ സൂക്ഷിക്കുവാനോ ഇറാനെ യാതൊരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് പറയുന്നു. അത് 5 വർഷം 20 വർഷം എന്നൊക്കെ പറയുന്ന കരാറുകളിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കൂടി ഇറാൻ ഒരിക്കലും അതിന് സന്നദ്ധരായി മുന്നോട്ട് വരുന്നില്ല. ആണവായുധം അവരുടെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ലാത്ത കാര്യമാണ്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു കരാറിലേക്ക് വരുമ്പോഴും അവർ എന്തോ ഒരു പടച്ചട്ടം മുന്നിൽ നിർത്തിക്കൊണ്ട്, ചില മാസ്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു? കാരണം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഈ പറയുന്ന തീവ്രവാദ നിലപാടുള്ളവർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു ഘട്ടത്തിൽ ഞങ്ങളുടെ പക്കൽ ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ ഈ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിടേണ്ടി വരുമായിരുന്നോ എന്ന ഒരു ചിന്ത അവർ അവിടെ ജനങ്ങൾക്കിടയിൽ വിതയ്ക്കാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറു സൈഡിൽ ഈ മിതവാദികളായിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ ചർച്ചകളിലേക്ക് വരുന്ന മിതവാദികളായിട്ടുള്ള പലരും ഈ പറയുന്നത് പോലെ ആണവ നിരായുധീകരണത്തിലേക്ക് പോകാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും അവിടെ നിന്നും വരുന്ന, നമുക്കറിയാം അവിടെ ഇപ്പോഴും ഭരണം നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന തീവ്രവാദ നിലപാടുള്ളവർ തന്നെയാണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു തങ്ങൾക്കൊരു ആണവായുധമുണ്ടെങ്കിൽ തങ്ങൾക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാവുകയില്ല. പക്ഷെ മറു സൈഡിൽ നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇറാന്റെ കയ്യിൽ ഒരു ആണവായുധം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും ഗൾഫ് രാജ്യങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ, ഇസ്രായേലിന്റെ അവസ്ഥ, മധ്യപൂർവേഷ്യയുടെ ഒരു അവസ്ഥ? അതായത് തീവ്രവാദം തലയ്ക്ക് പിടിച്ച ഒരു ഭരണകൂടത്തിന്റെ കയ്യിൽ ഒരു ആണവായുധം ലഭിച്ചിരുന്നെങ്കിൽ ഉണ്ടാകാമായിരുന്ന ഒരു പ്രത്യാഘാതങ്ങളുടെ ഒരു സാമ്പിൾ മാത്രമാണ് ഈ കഴിഞ്ഞ ഫെബ്രുവരി മുതൽ ഇന്ന് വരെ നമ്മൾ മിഡിൽ ഈസ്റ്റിൽ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ ഏത് വിധേനയും ഇറാന്റെ പക്കൽ ആണവായുധം ലഭ്യമാക്കുക എന്നത് നമുക്ക് ചിന്തിക്കാൻ, ലോകത്തിന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം ഉദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്കറിയാം ഈ ഇറാനെ ചർച്ചകളിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ശരിക്കും ഇറാന്റെ ഭരണം നിയന്ത്രിക്കുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ ആ ചർച്ചകളിൽ കൃത്യമായും പ്രതിഫലിക്കുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ പറഞ്ഞതുപോലെ ആ ഇറാനെ റെപ്രസെന്റ് ചെയ്യുന്ന തീവ്രവാദ നിലപാടുള്ളവർ ചിന്തിക്കുന്നത് ഏത് വിധേനയും സംഘർഷം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതേസമയം മിതവാദികൾ ചിന്തിക്കുന്നത് ഒരു സമാധാനത്തിലേക്ക് വരിക, സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നൊരു കാര്യം തന്നെയാണ് മിതവാദികൾ ചിന്തിക്കുന്നത്. അത് തന്നെയാണ് തീർച്ചയായിട്ടും വേണ്ടത്. പക്ഷേ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തീവ്രവാദ നിലപാടുള്ളവർ തന്നെയാണ്. അവർ ഒരു കാരണവശാലും അവിടെ സംഘർഷം ലഘൂകരിക്കപ്പെടുവാൻ അവർ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് സമാധാന ചർച്ചകൾ അതിശക്തമായിട്ട് ഇങ്ങനെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, തീർച്ചയായിട്ടും ഇപ്പൊ സമാധാന ചർച്ചകൾ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇനി സമാധാനത്തിലേക്ക് എത്ര കാലം കൂടി അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എന്തായിരിക്കും അതിനൊരു ഇത് എനിക്ക് തോന്നുന്ന ഒരു സൈക്ലിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ ഇനിയിപ്പോൾ ഒമാന്റെയോ അല്ലെങ്കിൽ ഖത്തറിന്റെയോ മധ്യസ്ഥതയിൽ വീണ്ടും സമാധാന ചർച്ചകൾ വരുന്നു, അല്പസമയത്തേക്ക് ഈ പറയുന്ന കരാറുകൾ ഉണ്ടാകുന്നു, അതിനുശേഷം ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നു, അമേരിക്ക തിരിച്ചടിക്കുന്നു. ഇതിങ്ങനെ സൈക്ലിക് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നെങ്കിൽ അവിടെ വരാൻ സാധ്യതയുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു ശക്തമായിട്ടുള്ള യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു, ഒരു ഘോര യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഏതെങ്കിലും ഒരു കക്ഷിക്ക് അതിശക്തമായിട്ടുള്ള തിരിച്ചടി ലഭിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇറാനിലെ തീവ്രവാദ ഭരണകൂടം എന്നേക്കുമായി അവസാനിക്കുന്ന രീതിയിൽ സൈനികമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് അമേരിക്ക ഉൾപ്പെടുന്ന രാജ്യങ്ങൾ രണ്ടും കൽപ്പിച്ച് നീങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമുക്ക് മഹാത്ഭുതം എന്ന് വേണമെങ്കിൽ വിശേഷിക്കാം, സമാധാനത്തിലൂടെ അല്ലെങ്കിൽ ചർച്ചകളിലൂടെ ഒരു
സമാധാനം അവിടെ സംജാതമാകുന്നു. നിലവിലെ സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു സൈക്കിൾ ഇങ്ങനെ ഒരുപക്ഷെ ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം ഇങ്ങനെ സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. പക്ഷേ ശാശ്വതമായിട്ടുള്ള ഒരു സൊല്യൂഷൻ അവിടെ ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ പറയുന്ന ഒരു പ്രകാരം അതിശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടിയിലേക്ക് പോകുവാൻ ഈ പറയുന്ന രാജ്യങ്ങൾ നിർബന്ധിതരാകാനുള്ള സാധ്യതയുണ്ട്. അതുതന്നെയാണ് ഈ IRGCയും കൂട്ടരും അവിടുത്തെ തീവ്രവാദ നിലപാടുള്ളവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, മറ്റൊരു കാര്യം കൂടി, ഒരു ഹോർമോസിന്റെ ഒരു കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഹോർമോസ് എന്ന് പറയുന്നത് അമേരിക്കയാണ് ഇപ്പോൾ നിയന്ത്രിക്കുന്നത് എന്ന് ട്രംപ് പറയുന്നുണ്ട്. പക്ഷേ ഇറാൻ അതിനെ ശക്തമായ രീതിയിൽ തള്ളിക്കളയാണ് ചെയ്തത്. അമേരിക്ക അല്ല നിയന്ത്രിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ ഹോർമോസ് ഇപ്പോൾ യഥാർത്ഥം നിയന്ത്രിക്കുന്നത് ആരാണ്? അമേരിക്കയാണോ ഇറാനാണോ? എന്താ? തീർച്ചയായിട്ടും നമുക്കത് പറയുമ്പോൾ അതായത് ഈ പറയുന്ന ഹോർമോസിൽ നമുക്കതിൻ്റെ ഒരു പാത്ത് നമുക്കൊന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പാത്ത് എന്ന് പറയുന്നത് ഈ ഇറാന്റെ നിയന്ത്രിത പ്രദേശങ്ങളിലൂടെ പോകുന്ന കപ്പലുകൾ പോകുന്ന ഒരു പാത്താണ് ഈ ഒരു പാത്ത് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു മധ്യഭാഗമുണ്ട്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒമാന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഭാഗം തന്നെയാണ്. ഈ പറയുന്ന കപ്പലുകൾ, അതായത് നമുക്ക് ഹോർമൂസിലൂടെ കടക്കാൻ ആഗ്രഹിക്കുന്ന കപ്പലുകൾ ഒമാന്റെ തീരത്തൂടെ അല്ലെങ്കിൽ ഒമാന്റെ നിയന്ത്രിത പ്രദേശത്തോടെ ആ കപ്പലുകൾക്ക് പോകാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളുടെ നിയന്ത്രണമുള്ള പ്രദേശത്തൂടെ മാത്രമേ ഈ കപ്പലുകൾ പോകാവൂ എന്നൊരു നിർബന്ധ ബുദ്ധി അവിടെ ഇറാൻ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ ഒമാന്റെ തീരത്തോടെ പോകുമ്പോൾ ഈ പറയുന്ന ഇറാൻ ആക്രമിക്കും, അമേരിക്ക തിരിച്ചടിക്കും. അതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഒമാന്റെ തീരത്തോടെ അല്ലെങ്കിൽ ഒമാൻ നിയന്ത്രിത പ്രദേശത്തോടു കൂടി പോകുമ്പോൾ ഈ പറയുന്ന ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. ഇനി ഇറാന്റെ നിയന്ത്രിത പ്രദേശത്തോടെ പോകുമ്പോൾ അമേരിക്കയും അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉപരോധം അങ്ങനെ കാര്യങ്ങൾ ഏർപ്പെടുന്നു. അമേരിക്കയുടെ കണ്ണിലെ കരടായിട്ട് അത്തരത്തിലുള്ള ഓയിൽ ടാങ്കേഴ്സ് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാരണവശാലും ഹോർമൂസ് വിട്ടുകൊടുക്കില്ല, നിലവിലെ സാഹചര്യത്തിൽ വിട്ടുകൊടുക്കില്ല. ഹോർമൂസ് വിട്ടുകൊടുത്താൽ യുദ്ധത്തിൽ പരാജയപ്പെട്ടു എന്നത് തന്നെയാണ് അതിന്റെ അർത്ഥം. അതിനാൽ തന്നെ ഹോർമൂസിന്റെ നിയന്ത്രണം അത് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത്, അമേരിക്കയ്ക്ക് വിട്ടുകൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത കാര്യമാണ്. അവർ ഹോർമൂസിന്റെ പിടി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പറയുന്ന സൈനികമായിട്ടുള്ള നടപടികൾ അവിടെ ആരംഭിക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ അവിടുത്തെ പിടി അയാനുള്ള ഒരു സാധ്യത. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ഒരു 1.5 മാസം മുമ്പ് നമ്മൾ പാചകവാതകത്തിന് വലിയൊരു പ്രതിസന്ധി അനുഭവിച്ചിരുന്നു. അതായത് വലിയ രീതിയിലുള്ള വിലക്കയറ്റമൊക്കെ നമ്മൾ നേരിടുന്നത്. ചായക്കൊക്കെ 10 രൂപയിൽ നിന്ന് 15 രൂപയിലേക്ക് പെട്ടെന്ന് മാറുന്ന ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മെല്ലെ മെല്ലെ നമ്മൾ ഒന്ന് കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ പോവുകയാണെങ്കിൽ വല്ലാത്തൊരു പാചകവാതകത്തിന് പ്രതിസന്ധി ഉണ്ടാവാനുള്ള സാധ്യത നമ്മുടെ നാട്ടിൽ ഉണ്ടാവും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വിഷയത്തിൽ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ത്യ സ്വീകരിക്കേണ്ടത്. കാരണം ഈ യുദ്ധത്തിൽ പങ്കാളിത്തം വഹിക്കുന്ന പലരുമായിട്ട് പല രീതിയിലുള്ള ബന്ധങ്ങൾ ഇന്ത്യക്കുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇസ്രായേലുമായിട്ട് പ്രതിരോധ സാങ്കേതിക സഹകരണമുണ്ട്. ഇറാനുമായിട്ട് ചബഹാർ തുറമുഖം ഉൾപ്പെടെയുള്ള ആ ഒരു ബന്ധത്തിലെ ഒരു സഹകരണമുണ്ട്. ഗൾഫ് രാജ്യങ്ങളുമായിട്ട് ഊർജ്ജ എണ്ണ വ്യാപാര ബന്ധമുണ്ട്. പ്രവാസി സമൂഹം ഗൾഫ് രാജ്യങ്ങളിലുണ്ട്. അമേരിക്കയുമായിട്ട് തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. അങ്ങനെ പല താല്പര്യങ്ങൾ ഇന്ത്യക്ക് ആ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു സ്ട്രാറ്റജിക് ഓട്ടോണോമി എന്ന രീതിയിൽ തന്നെ ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ ഒരു നിലപാട് എടുക്കേണ്ടിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചായാതെ സ്ട്രാറ്റജിക് തന്ത്രപരമായിട്ടുള്ള ആ ഒരു ഓട്ടോണമി ഇന്ത്യ ഈ ഒരു വിഷയത്തിൽ നിലനിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഗൾഫ് രാജ്യങ്ങളുമായിട്ട് പ്രവാസി സുരക്ഷാ സംവിധാനം ഏകോപിപ്പിക്കുക. ഒപ്പം തന്നെ നമുക്കറിയാം ക്രൂഡ് ഓയിലിൻ്റെ അടിയന്തര എണ്ണശേഖരം വളരെ കരുതലോടുകൂടി തന്നെ ഉപയോഗിക്കുക. ഒപ്പം തന്നെ ഈ പറയുന്നത് പോലെ ഈ ക്രൂഡ് ഓയിൽ വിതരണ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ആ ഒരു സ്രോതസ്സുകൾ എന്ന് പറയുന്നത്, ആ സോഴ്സ് എന്ന് പറയുന്നത് കുറെ കൂടി വൈവിധ്യവൽക്കരിക്കുക, കുറെ കൂടി റഷ്യയെ ആശ്രയിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണ് അമേരിക്ക 100% തിരിവൊക്കെ ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ മറ്റ് സ്രോതസ്സുകൾ അല്ലെങ്കിൽ മറ്റ് സോഴ്സുകൾ കുറെ കൂടി ആശ്രയിക്കുക എന്ന രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകേണ്ടിയിരിക്കുന്നു. അതിനാൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ്, നമുക്കറിയാം ആഴ്ചകൾക്ക് മുമ്പ് റോജി സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരിട്ട ആ ഒരു പ്രതിസന്ധി, LPGയുമായി ബന്ധപ്പെട്ട് നേരിട്ട പ്രതിസന്ധി, ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട പ്രതിസന്ധി, ഈ വിലവർധനവുമായി ബന്ധപ്പെട്ട് നേരിട്ട പ്രതിസന്ധി, അതധികം താമസിയാതെ വീണ്ടും ആവർത്തിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ വളരെ തന്ത്രപരമായിട്ട് വളരെ കുശാഗ്ര ബുദ്ധിയോടുകൂടി തന്നെ ഈ ഒരു വിഷയത്തിൽ നീങ്ങേണ്ട ഒരു സമയത്താണ് നാം നിൽക്കുന്നത്, നമ്മുടെ രാജ്യം നിൽക്കുന്നത്. തീർച്ചയായിട്ടും. അതായത് പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായി കഴിഞ്ഞാൽ നേരത്തെ ജോർജി സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ, നമ്മളുടെ പോക്കറ്റിൽ, നമ്മളുടെ വീടുകളുടെ അകത്തളങ്ങളിലാണ് പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. സമാധാനം എന്തായാലും നമുക്ക് അത്യാവശ്യം തന്നെയാണ്, ആവശ്യമായി തന്നെയാണ്. അപ്പോൾ സമാധാന ചർച്ചകൾ നടക്കട്ടെ, സമാധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഔട്ട് ഓഫ് ദി ബോക്സ് ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി.